ഏറ്റവും ഉയർന്ന മുന്തിയ കട്ടിലുകൾ അവര് വരുമ്പോഴേ അവർക്ക് ഞാൻ കൊടുക്കുകയാണ്, കാത്തുവച്ചിരിക്കുകയാണ്. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. കയറിയിരുന്നാൽ നീ ആഗ്രഹിച്ചാൽ നിന്നെയും കൊണ്ട് സ്വർഗം മുഴുവനും പാറിപ്പറന്ന് നടക്കുന്ന ഉയർന്ന കട്ടിലുണ്ടവിടെ. കട്ടില് മാത്രമല്ല, ആ കട്ടിലിൽ ഉയർന്ന തരം മെത്തകളുമുണ്ട്. എന്തുണ്ട്? ഉയർന്ന മെത്ത. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഏറ്റവും മുന്തിയ തരം മെത്ത, ഏറ്റവും നല്ല മുന്തിയ തരം മെത്ത. നമ്മൾ പറയുന്നത് കിടന്ന നടുവൊടിയൂല, നടുവേദന മാറിക്കിട്ടും, സ്ലീപ്പ് വെൽ എന്നൊക്കെ പറയുന്ന. ഒന്നുകിൽ അതിന്റെ അർത്ഥം മുഫസ്സിരിങ്ങൾ രണ്ടാണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും മേൽത്തരം മെത്ത. അല്ലെങ്കിൽ നല്ല പൊക്കമുള്ള മെത്ത. എങ്ങനെ? നല്ല പൊക്കമുള്ള മെത്ത. കട്ടിലിനും പൊക്കമാണ്, നല്ല ഉയരത്തിലാണ് കട്ടിൽ. അപ്പൊ മെത്തയ്ക്കും പൊക്കം കൂടുതലാണ്. അല്ലാഹു നമുക്കൊക്കെ കാണാൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്കതൊക്കെ കാണാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അങ്ങനെ ആയത്തുകൾക്ക് തഫ്സീർ പറയുമ്പോ ആ സ്വർഗത്തിലെ കട്ടിലുകൾക്ക് ഉയരം കൂടുതലാണ്, അതിന്റെ മെത്തകൾക്കും വലിയ ഉയരത്തിലാണ് ആ മെത്തയുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് അവതരിപ്പിച്ചിട്ട് സ്വർഗത്തിന്റെ കട്ടിലുകൾക്ക് ഉയരം കൂടുതലാണെന്ന് പ്രസംഗിച്ചപ്പോ മക്കക്കാരെ കളിയാക്കാൻ തുടങ്ങി സഹാബത്തുകളെ. എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ, ഉമർ, ഈ മുഹമ്മദ് പറയുന്ന പൊട്ടത്തരം കേട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണോ? സ്വർഗത്തിൽ ഉയരമുള്ള കട്ടിലുകളാണെങ്കിൽ ആ കട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കയറി കിടക്കുക? ഇന്നത്തെ ടോളന്മാര് അന്നുണ്ടായിരുന്നു. ഇന്നത്തെ ട്രോളന്മാര് അന്നുണ്ടായിരുന്നു. അവര് പരിഹസിക്കാൻ തുടങ്ങി. സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ച എത്ര പ്രസംഗങ്ങളാണ് തോളുമാരുടെ ഏറ്റവും കൈകളിലെ പരിഹാസമായത്. അങ്ങ് മക്കാ കാലഘട്ടത്തിന്റെ ഇരുട്ടിന്റെ അബൂജഹലും കൂട്ടരും സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, ഈ മുഹമ്മദ് കുറച്ച് ഭ്രാന്തുകൾ വിളമ്പുമ്പോ നിങ്ങൾ അതൊക്കെ വിശ്വസിച്ചിട്ട് മുഹമ്മദിന്റെ കൂടെ കൂടുകയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പൊക്കമുള്ള കട്ടിലുകളാണെങ്കിൽ ആ കട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കയറി കിടക്കുക? കിടക്കാൻ പറ്റുമോ? വല്ല മരത്തിന്റെ കൊമ്പിങ്ങനെ അങ്ങാനില്ല കയറ് കെട്ടി ആടിയിട്ട് നേരെ വന്ന് കിടക്കാനല്ലേ പറ്റൂ? ഇപ്പൊ പറയുമ്പോഴേ അല്ലേ പറ്റൂ? ഈ ആയത്തിറങ്ങിയപ്പോ അങ്ങ് കളിയാക്കൽ തുടങ്ങി, വല്ലാത്ത കളിയാക്കൽ. ആ സമയത്ത് ഇവർക്ക് മറുപടി പറഞ്ഞിട്ടാണ് അടുത്ത ആയത്തിറങ്ങിയത്. ഇവർക്ക് ഈ കളിയാക്കിയവർക്ക് മറുപടി പറയാനാണ് അടുത്ത ആയത്തിറങ്ങി. ഇതാണ് ഖുർആന്റെ ഒരു ശൈലി. നിങ്ങൾ ഖുർആൻ പഠിക്കുമ്പോൾ ഏറ്റവും രസം എന്തെന്നറിയോ? 23 വർഷക്കാലത്തിന്റെ ഉള്ളിൽ ആവശ്യമനുസരിച്ച് ഇറങ്ങിയതാണ് ഖുർആൻ. ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഖുർആൻ അവതരിക്കും, ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ അവതരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശദീകരിക്കാൻ സമയമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പറയേണ്ടതുണ്ട്. ഇത്രയും ഉയരമുള്ള കട്ടിലുകളിലോട്ട് എങ്ങനെ കയറുമെന്ന് ചോദിച്ചപ്പോഴാണ് മക്കാ ഖുറൈശികൾക്കും ലോകത്തുള്ള മുഴുവൻ പിന്തിരിപ്പന്മാരുടെയും വായടച്ചുകൊണ്ട് ആയത്തിറങ്ങിയത്. നബിയെ അവരോട് ചോദിക്കും, നബിയേ, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തെ ഞാൻ സൃഷ്ടിച്ചത് നബിയെ? അവരോട് ചോദിച്ചു, ഒട്ടകത്തിന് എത്ര ഉയരമാണ്? ഇവര് സഞ്ചരിക്കാൻ കയറുന്ന ഒട്ടകപ്പുറത്തേക്ക് ഇവര് എങ്ങനെയാണ് മുകളിലോട്ട് കയറുന്നത്? അറബികളോട് ചോദിക്കും, നബിയെ, സ്വർഗത്തിന്റെ ഉയർന്ന കട്ടിലിനെ കളിയാക്കിയവരോട് പരിഹസിച്ചവരോട് മറുപടി കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആനെടുത്ത ആയത്തിറങ്ങി. ഇവര് ഒട്ടകത്തിന്റെ പുറത്ത് എങ്ങനെയാണ് കയറുന്നത്? സഹാബത്ത് തിരിച്ചു ചോദിച്ചവരോട്, ഇത്രയും വലിയ പൊക്കമുള്ള ഒട്ടകത്തിന്റെ മുകളിൽ എങ്ങനെയാണ് നിങ്ങൾ കയറുക? അവര് പറഞ്ഞു, ഞങ്ങൾ ഒട്ടകത്തിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ കഴുത്തിൽ മെല്ലെയൊന്ന് പിടിക്കുമ്പോ ഞങ്ങൾക്ക് താഴ്ന്നു തരും. അപ്പൊ ഒട്ടകത്തിന്റെ മുകളിലേക്ക് ഞങ്ങൾ കയറുമല്ലോ. എന്നാൽ അങ്ങനെയാണ് സ്വർഗത്തിൽ ഉയർന്ന ഒട്ടകത്തിന്റെ പുറത്ത് നിങ്ങൾ എങ്ങനെ കയറുന്നുവോ അതേപോലെ പുരുഷന് മർഫൂആ
ഫുറുശിൻ മർഫൂആ. അല്ലാഹു ഉയർത്തി വെച്ചിരിക്കുന്ന കട്ടിലിലും മെത്തയിലും അങ്ങനെയാണ് സ്വർഗ്ഗവാസികൾ കയറുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ മെത്തയിലിരുന്ന് സുഖിക്കാൻ, ആ സ്വർഗ്ഗ മെത്തയിൽ തലചാച്ച് കിടക്കാൻ പടച്ച റബ്ബേ, അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും ചോദിക്കുകയാണ്, ഒരവസരമേ പാപികൾക്ക് നൽകണേ അല്ലാ, ഈ പാപികൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ മുഖറബീങ്ങൾക്ക് വെക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ഇന്നാ അൻശഅനാ ഉന്ന ഇൻശാ. ഇവരെയൊക്കെ സൃഷ്ടിച്ചു വെച്ചത് ഞാൻ തന്നെയാണ്. ഇവരെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചവർക്ക് നാളെ പരലോകത്ത് ഇതെല്ലാം തയ്യാറാക്കി വെച്ചത് ഞാനാണല്ലോ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ غربا أترابا فجعلناهن أبكارا غربا أترابا. വാക്യ കാണാതെ അറിഞ്ഞൂടെ? സമയമില്ല, ഇന്ന ആയത്തൊന്നും പറയാൻ സമയം. വാക്യ കാണാതെ അറിഞ്ഞൂടെ? ഇന്ന് മുതൽ പഠിക്കണം, ഇന്ന് മുതൽ പഠിക്കണം. 5 സൂറത്തുകൾ ഒരു ദിവസം നിത്യമായി ഓതണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 സൂറത്തുകൾ നിത്യമായി ഓതുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയും. ഞാൻ അവസാനം പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ മറന്നുപോയെന്ന് ഓർമ്മിപ്പിച്ചാൽ 12 മണിയായി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.